നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ 20 ക്വസ്റ്റ്യനും ഒറ്റയടിക്ക് ഞാൻ വായിച്ചു തരല്ല. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ വായിക്കും. അതിന് നിങ്ങൾ ആൻസർ അറിയുന്നവര് ഇതിൽ തംസ് അപ്പോ റൈസ് ഹാൻഡോ അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. അത് താഴെ ഒരു റിയാക്ട് എന്ന് പറഞ്ഞിട്ട് സൂം മീറ്റിംഗിന്റെ അവിടെ താഴെ കാണാൻ പറ്റും. നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വിന്നർ ആവണം, അത് വലിയ കാര്യമാണ്. വിന്നർ ആവാൻ മാത്രമല്ല, അതിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ അതിന് ആൻസർ പറഞ്ഞതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും എന്നുള്ളതാണ് ക്വിസ് കോമ്പറ്റീഷന്റെ ഒരു നമുക്കൊരു യൂസ്ഫുൾ അല്ലെങ്കിൽ മെറിറ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് സ്റ്റാർട്ട് പറഞ്ഞേ. ബിഫോർ ദാറ്റ് മാഡത്തിനൊന്ന് ഫുൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ കുഞ്ഞുങ്ങൾക്ക്? ഓക്കെ, ഐം സോറി. എന്റെ പേര് അമ്മു ആണ്. ഇതിലുണ്ട്, ഈ സൂം മീറ്റിംഗിലുണ്ട്. എന്റെ പേര് അമ്മു. ഞാൻ സിവിൽ സർവീസ് കോച്ചിങ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഫാക്കൽറ്റി ആണ്. ഗവൺമെന്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ നിങ്ങളെ പോലത്തെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ PKS സിവിൽ സർവീസ് അക്കാദമി തൃശ്ശൂരിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. വേദിക് IAS അക്കാദമി, അങ്ങനെ ഒരു 2-3 അക്കാദമീസിലേക്ക് UPSCയുടെ ഫൗണ്ടേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ SSC, റെയിൽവേ അങ്ങനത്തെ കോമ്പറ്റീഷൻ എക്സാംസിന്റെ ക്ലാസ്സസും എടുക്കുന്നുണ്ട്. വീട് തൃശ്ശൂരാണ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു ഫുൾ ക്വസ്റ്റ്യൻസ് പോലെയല്ല, ഒരു PPT ഷെയർ ചെയ്യും. അതില് എല്ലാം മിക്സപ്പ് ആണ് കേട്ടോ. ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിലൊരു 3 പിക്ചർ ഉണ്ട്. ഓരോന്ന് പിക്ചറാണ്. അപ്പൊ ആദ്യത്തെ പിക്ചർ കാണിച്ചിട്ട് അല്ലെങ്കിൽ ആ 3 പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു മോണമെന്റ് ആണ്. അപ്പൊ ഏതാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നത്തെ മോഡൽ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഓരോ ഹിന്റുകൾ തരും. അതൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പൊ ഓരോ ഹിന്റ് പറയുമ്പോഴും ആർക്കാണ് ആൻസർ കിട്ടണേന്ന് വെച്ചാൽ അവർ വേഗം തംസപ്പ് ചെയ്യണം. അപ്പൊ ആർക്കാണ് ആദ്യം ആൻസർ കിട്ടിയെന്ന് അറിയാലോ. ആ ഹിന്റുകൾ എല്ലാം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ആ ഒരു പേഴ്സണാലിറ്റിനെ പറ്റിയിട്ട് ഈ ഹിന്റുകളിലൂടെ നമുക്ക് പഠിക്കാം. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറയും, അതിന് നിങ്ങൾ ആൻസർ പറയാം. ഓക്കെ അല്ലേ? തുടങ്ങിയാലോ? ഓക്കെ, ഇതാണ് ആദ്യത്തെ പിക്ചർ. ആദ്യത്തെ ക്വസ്റ്റ്യനും ഇതാണ്, ആദ്യത്തെ പിക്ചർ ഇതാണ്. ആ സ്ക്രീനിലേക്ക് നോക്കുക. ഇത് ഏതാണ് സംഭവം എന്ന് പറയാം. അറിയുന്നവർ ജസ്റ്റ് തംസപ്പ് ചെയ്യാം. അനുഗ്രഹ. ഓക്കെ, ഫസ്റ്റ് അനുഗ്രഹയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും, ഞാൻ എല്ലാവരും തംസപ്പ് കഴിഞ്ഞിട്ട് അനുഗ്രഹനോട് ചോദിക്കാം. ആര്യൻ, എലോണ? ഓക്കെ, കുഴപ്പമില്ല. അനുഗ്രഹമാണ് പറഞ്ഞത്. ആര്യനും എലോനയ്ക്കും ആൻസർ ഇല്ലല്ലോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇല്ല മാം. ആര്യൻ അറിയോ? ആര്യൻ ഓക്കെ പറയുന്നുണ്ട്. ഓക്കെ, അറിയാം. അപ്പൊ അനുഗ്രഹം എന്ന് പറഞ്ഞത് എന്താണ് സംഭവം? അനുഗ്രഹ തംസപ്പ് ഒക്കെ തന്നിട്ട് പോയോ? ഹലോ, കുത്തമ്പിനാറ്. കുത്തമ്പിനാറ്, വെരി ഗുഡ്. അപ്പൊ ഏതാണ് സ്ഥലം? കുത്തമ്പിനാറാണ്. ആര്യന്റെ ആൻസർ ഏതാണ്? കുത്തമ്പിനാർ. ഞാൻ അതിനു മുമ്പേ ശരിയാന്ന് പറഞ്ഞൂലേ? ഓക്കെ, ഐ എം സോറി. ഓക്കെ, അപ്പൊ കുത്തമ്പിനാർ ആണ്. എലോന, ഇത് കുത്തമ്പിനാർ ആണ്. കുത്തമ്പിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. ഡൽഹി, വെരി ഗുഡ്. കുത്തമ്പിനാർ എവിടെയാണ്? ഡൽഹിയിലാണ്. എന്നാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്? അത് വല്ല ഐഡിയ ഉണ്ടോ? കുത്തമ്പിനാർ ആണ്, ഡൽഹിയിലാണ്. എന്നാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്? ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് 1119-ലാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ളത് ഏതാണ്? 2025 അതിന്റെ മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1119-ലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നോട്ട് ചെയ്യണേ, ഓരോ പോയിന്റും കുത്തമ്പിനാർന്ന് കൊടുക്കുക. ഇത് എവിടെയാണ്? ഡൽഹിയിലാണ് ഉള്ളത്. ഇത് എപ്പോഴാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്? 1119-ലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് ആരാണ് പണി കഴിപ്പിച്ചത്? ആരാണ്? എനി ഐഡിയ? ഇൽത്തുമിഷ്. ഓക്കെ, പണി കഴിപ്പിച്ചത് ഇൽത്തുമിഷ്. വെരി ഗുഡ്. ഇനി ആര്യന് ആരാന്നറിയോ? എലോനയ്ക്കോ? ഇല്ല. ഓക്കെ, ഗുഡ്. കുഴപ്പമില്ല, നമുക്ക് പഠിക്കാലോ. ഇത് പണി കഴിപ്പിച്ചത് ഇൽത്തുമിഷ് ആണ്. അതായത് ഇത് കഥ നടക്കുന്നത് നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് 1100-കളിലാണ്. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു കുത്തമ്പിനാറ് പണി തുടങ്ങിയത് കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അടിമ രാജവംശം, ശ്രദ്ധിക്കുക,
അടിമ രാജവംശത്തിൽ ഉണ്ടായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന രാജാവായിരുന്നു ഇത് പണി തുടങ്ങിയത്. ആളാണ് ഇത് പണി തുടങ്ങിയത്. പക്ഷെ ഇത് പണി തുടങ്ങിക്കഴിഞ്ഞ് പകുതി ആവണേന്റെ ഇടയിൽ വെച്ചിട്ട് ഈ കുത്തബ്ദീൻ ഐബക്ക് ഒരു വട്ടം കുതിരപ്പുറത്തിരുന്ന് ഒരു പോളോ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ട്, അത് കളിക്കണേന്റെ ഇടയിൽ ആള് താഴെ വീണ് മരിച്ചു. അപ്പൊ ഇത് പണി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ സമയത്ത് ആളുടെ മരുമകനായിട്ടുള്ള ഇൽത്തുമിഷ്, അപ്പൊ ആരാണ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? കുത്തബ്ദീൻ ഐബക്ക്. അത് എന്നിട്ട് ആള് മരിച്ചപ്പോ ഇൽത്തുമിഷ് എന്ന് പറയുന്നത് കുത്തബ്ദീൻ ഐബക്കിന്റെ മരുമകനാണ്. ആള് രാജാവായി. ആളാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ രണ്ട് പേരിലും ഇത് ഈ കുത്തംബിനാർ അറിയപ്പെടും. കുത്തംബിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. പണി കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഓക്കെ അല്ലേ? അനുഗ്രഹ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായില്ലേ? കുത്തംബിനാർ ഡൽഹിയിലാണ് 1119 ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് ആരാണ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? കുത്തബ്ദീൻ ഐബക്ക് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ആരാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? ഇൽത്തുമിഷ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഏത് രാജവംശത്തിലായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അടിമ രാജവംശത്തിലെ ആളുകളായിരുന്നു. സ്ലേവ് ഡൈനാസ്റ്റി എന്നൊക്കെ അതിനെ പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു പോയിന്റ്സ്, ഈ ഒരു ആൻസർ ഒക്കെ ക്ലിയർ അല്ലേ? യെസ് യെസ് എങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് യെസ് എന്ന് പറയൂ. യെസ്. യെസ്, ഓക്കെ, ഗുഡ്. ഇനി അടുത്ത പിക്ചർ ഇതാണേ. ആരാണ്? അനുഗ്രഹിക്ക് അറിയാം അല്ലേ? അനുഗ്രഹ തംസപ്പ് ഞാൻ കാണുന്നുണ്ട്, അതാണ്. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിലും യെസ് എന്ന് ആൻസർ ചെയ്താൽ മതി, എനിക്ക് അറിയാണെങ്കിൽ. ആര്യൻ അറിയോ? ഇല്ല. ഓക്കെ, അവിടെ ഗൂഗിൾ ഒന്നും ചെയ്ത് കണ്ടുപിടിക്കരുത് കേട്ടോ, അതൊരു ക്വിസ് കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കണം. ഓക്കെ ഓക്കെ, ആദ്യം അറിയോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല, നമുക്കറിയാം, പഠിക്കാം. അനുഗ്രഹന്റെ ആൻസർ എന്താണ്? നോൺ ചാരിയോട്ട്. ഓക്കെ, ഏതാണ് സ്ഥലം? ഏതാണ്? ഹംപി. ഓക്കെ, എലോനേർ ആൻസർ ഏതാണ്? സ്റ്റോൺ ചാരിയറ്റ്. സ്ഥലം കർണാടകയിലെ മറ്റേ വിട്ടുതല ടെമ്പിളില് മോണ്യുമെന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഗുഡ്. വിറ്റാല, അതായത് ഹംപി. വെരി ഗുഡ്. അനുഗ്രഹിയും എലോണിയും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഇത് ഹംപി ആണ്. അതായത് കർണാടകയിലെ ഹംപി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്റ്റോൺ ചാരിയോട്ട് ആണ് ഇതെന്ന് പറയുന്നത്, രഥമാണ് ഇത്. ഈ ഹംപിനെ പറ്റിയിട്ട് നിങ്ങൾ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഏതാണ്? ആനന്ദം സിനിമ കണ്ടിട്ടില്ലേ? ആനന്ദം സിനിമക്ക് കാണുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ കാണുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ലതാണ് പറഞ്ഞാൽ ഓവറായിട്ട് അഡിക്റ്റ് ആവരുത്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ കയറും. കാരണം ഇതൊക്കെ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള അത്രയും മാർവലസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. അനുഗ്രഹം എലോണയ്ക്കാണ് ഇതിൽ മാർക്ക് കിട്ടിയിട്ടുള്ളത്. വെരി ഗുഡ്. ഇത് ഏതാണ്? ഹംപി എന്ന് പറയുന്ന സ്ഥലത്തുള്ള രഥമാണിത്. കർണാടകയിലാണ് സ്ഥലം. ഇനി ഇത് എപ്പോഴാണ് പണി കഴിപ്പിച്ചത് എന്നുള്ളത് വല്ല ഐഡിയ ഉണ്ടോ? എപ്പോഴാണ്? ഇത് 15ാമത്തെ സെഞ്ചുറി, അതായത് 15th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1400 അങ്ങനെ ഇന്ന ഡേറ്റ് എന്നില്ല, അത് കുറെ നാളെടുത്തിട്ട് പണി കഴിപ്പിച്ചതായിരിക്കല്ലോ. അപ്പൊ ഇത് 15ാമത്തെ സെഞ്ചുറിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അല്ലെങ്കിൽ ഇത് ഏത് രാജവംശമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള വല്ല ഐഡിയ? എനിവൺ? ഇല്ല. പറഞ്ഞോളൂ. ഐഡിയ ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞുതരാലോ. ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് വിജയനാഗര സാമ്രാജ്യമാണ്. കർണാടക അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഒക്കെ വളരെയധികം നാളെ അടക്കി ഭരിച്ചിരുന്ന വിജയനാഗര സാമ്രാജ്യമാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലെ രാജാക്കന്മാരാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതൊരു അമ്പലമാണെന്ന് പറഞ്ഞു, ഒരു വീരപക്ഷ ടെമ്പിൾ അല്ലെങ്കിൽ വിത്താല ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അമ്പലമാണ്. അതിന്റെ മെയിൻ സ്ഥലം ഹംപി. ഇതൊരു നദിയുടെ തീരത്താണ്. ഏത് നദിയുടെ തീരത്താണെന്നറിയോ? എനിവൺ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം.
തുംഗഭദ്ര എന്നറിയപ്പെടുന്ന നദിയുടെ തീരത്താണ്. തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. അപ്പൊ ഞാൻ ഏതൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞത്? ഈ ചിത്രത്തിൽ കാണുന്നത് ഹംപി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അമ്പലമാണ്. സ്റ്റോൺ ചാരിയോട്ട് ആണ്. ഹംപിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഹംപി എവിടെയാണ്? കർണാടകയിലാണ്. ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് 15ാമത്തെ സെഞ്ചുറിയിലാണ്. 15ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് ആരാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്? വിജയനഗര സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ തീരത്ത് അല്ലെങ്കിൽ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര എന്നറിയപ്പെടുന്ന നദിയുടെ തീരത്താണ്. ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? പഠിച്ചില്ലേ പോയിന്റ്സ്? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് ഒരു ചിത്രം കൂടി ഉണ്ട്. ഇത് അറിയുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. എനിവൺ? വേഗം ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. ഗൂഗിളൊന്നും തപ്പാൻ പാടില്ലേ. ഞാൻ ടൈം ഔട്ട് പറയൂ. എനിവൺ? ഓക്കെ, എലോന റൈസ് ഹാൻഡ്. പിന്നെ എലോന കൈ പൊന്തിച്ചിട്ടുണ്ട്. 2 പാർട്ടിസിപ്പന്റ് റൈസ് ഹാൻഡ്. പിന്നെ ആരാണ്? ഓക്കെ, എലോന ഏതാണ് സ്ഥലം? മാം ചാർമിനാർ ആണോ? ചാർമിനാർ ആണ്. ഓക്കെ, ഇനി വേറൊരാളും കൂടിയും കൈ പൊന്തിച്ചിട്ടുണ്ട്. ആ ആളും കൂടി ഒന്ന് പറയൂ. ആരാണ് കൈ പൊന്തിച്ചത്? ഇതിൽ കാണുന്നില്ല. അനുഗ്രഹ. അനുഗ്രഹ. ഓക്കെ, അനുഗ്രഹ ഇത് ഏതാ സ്ഥലം? ചാർമിനാർ. ചാർമിനാർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് ഏതാണ് സ്ഥലം? ചാർമിനാർ ആണ്. അപ്പൊ എലോണ, അപ്പൊ ചാർമിനാർ ആണ് ഇത് സ്ഥലം. ചാർമിനാർ എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദ്. വെരി ഗുഡ്. ഇതും നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ സിനിമ കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ചെറിയ കുട്ടികൾ സിനിമ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാരണമായിരിക്കും. ഞാൻ കുറച്ച് സിനിമയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ സിനിമ കാണുമ്പോൾ ഞാൻ അതിൽ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യാറുണ്ട്. ഈ ചാർമിനാർ നമ്മുടെ ആനന്ദല്ല, പ്രേമലു സിനിമയിൽ അവര് കാണാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ പ്രേമലു സിനിമയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ചാർമിനാർ അതിൽ നല്ല വൃത്തിക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ് സ്ഥലം? ചാർമിനാർ ആണ്. ഹൈദരാബാദ് ആണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ചാർമിനാർ. എനി ഐഡിയ? ഇത് ചാർമിനാർ ഉണ്ടാക്കിയിരിക്കുന്നത് കുത്തബ് ഗുലി ഷായാണ്. ഏതാണ്? കുറെ കുത്തബുകൾ അല്ലെ? കുത്തബ് ഗുലി ഷാ. കുത്തബ് ഗുലി ഷാ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഈ ചാർമിനാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൈദരാബാദിനെ അല്ലെങ്കിൽ ചാർമിനാർ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈദരാബാദ് ആണ് അത് തിരിച്ചറിയണം. കാരണം അത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ ഹൈദരാബാദിന്റെ ഒരു യുണീക്ക് ഫീച്ചർ ആണ് ഏതെന്ന് പറയുന്നത്? ചാർമിനാർ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്? കുത്തബ് ഗുലി ഷായാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എവിടെയാണുള്ളത്? ഹൈദരാബാദിലാണുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ഞാൻ 5 പേഴ്സണാലിറ്റീസിന്റെ ഹിന്റ് പറയും. അതായത് 5 പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഓരോരുത്തരെയായിട്ടാണ് ആദ്യം ഹിന്റ് പറയാ. അപ്പൊ ആ ഹിന്റ് അനുസരിച്ച് നിങ്ങൾ ആൻസർ ആരെയാണ് അല്ലെങ്കിൽ ഇതെന്ന വ്യക്തി ആരാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഹിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് ആൻസർ പറഞ്ഞതിന് ശേഷം പോയിന്റ്സ് പറയുമ്പോൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ പേഴ്സണാലിറ്റിനെ പറയട്ടെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ ഓക്കെ മാം. ഓക്കെ, ആദ്യത്തെ ഹിന്റ് കേട്ടോ. കിട്ടുന്നവർ ഹാൻഡ് റൈസ് ചെയ്യണം. ആൻസർ ഞാൻ ലാസ്റ്റേ പറയുള്ളൂ. ഞാൻ ആൻസർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഏതാണ്. ആദ്യത്തെ ഹിന്റ്, ഈ ഒരു വ്യക്തി അലഹബാദിൽ ജനിച്ചു. എനിവൺ? പെട്ടെന്ന് അലഹബാദിലൊക്കെ ജനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കണ്ടുപിടിക്കുക. ഓക്കെ, കുഴപ്പമില്ല. ആദ്യത്തെ ഹിന്റ് ആണ് ഈ വ്യക്തി അലഹബാദിൽ ജനിച്ചു. രണ്ടാമത്തെ ഹിന്റ്, ഇദ്ദേഹത്തിന്റെ 100ാമത്തെ ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ജനശതാബ്ദി എക്സ്പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ 100ാമത്തെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ജനശതാബ്ദി എക്സ്പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അറിയോ? ഓക്കെ, പോട്ടെ. അടുത്തത്, ഇദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് അറിയപ്പെടുന്ന പേര് ശാന്തിവനം എന്നാണ്. ഇദ്ദേഹത്തിന് റെസ്റ്റിംഗ് പ്ലേസ് അറിയപ്പെടുന്നത് ശാന്തിവനം എന്നാണ്. ഓക്കെ, അനുഗ്രഹ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഞാൻ ഹിന്റുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അനുഗ്രഹ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിന്റുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അനുഗ്രഹനോട് ആൻസർ ചോദിക്കാം കേട്ടോ. അടുത്തത് ഒരു 5 ഹിന്റ് ഞാൻ തരുള്ളൂ കേട്ടോ. ഇത് 3ാമത്തെ ഹിന്റ് ആണ്. അടുത്തത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യനാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഡിസിപ്പിൾ ആണ് ഇദ്ദേഹം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവാണ് ഗാന്ധിജി. എനിവൺ? ഓക്കെ, ലാസ്റ്റ് ഹിന്റ് ആണ്. 4 ഹിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എലോണ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഹിന്റ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, ഹിന്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അനുഗ്രഹം എലോനയാണ് ഹാൻഡ് റൈസ് ചെയ്തത്. ആദ്യം അനുഗ്രഹമാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്. അനുഗ്രഹം ആരാണ്? ടീച്ചറെ, അത് ഹാൻഡ് റൈസ് ചെയ്തത് നേരത്തെയാണ്. നേരത്തെയാണോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എലോന? യെസ് മാം. ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ് ഈ വ്യക്തി? ജവഹർലാൽ നെഹ്റു ആണ്. ബാക്കി ആർക്കും ആൻസർ കിട്ടിയില്ല. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ഒന്ന് പഠിച്ചാലോ? ഞാൻ നിങ്ങൾക്ക് ചാടിക്കേറി ആദ്യത്തെ ഹിന്റ് നവംബർ 14 ആണ് ആള് ജനിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, അതെനിക്കറിയാം. പക്ഷെ കിട്ടാൻ പാടില്ലല്ലോ. ഇത് ഹിന്ദിലൂടെ നമ്മൾ കാര്യങ്ങൾ, ഇപ്പൊ ഇത് പുതിയ വിവരങ്ങളാണല്ലോ. അപ്പൊ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പഠിക്കാം. ജവഹർലാൽ നെഹ്റു എവിടെയാണ് ജനിച്ചത്? അലഹബാദിലാണ്. പോയിന്റ്സ് നോട്ട് ചെയ്യണേ. എവിടെയാണ് ജനിച്ചത്? അലഹബാദിലാണ് ജനിച്ചത്. എന്നാണ് ജനിച്ചത്? 1889 നവംബർ 14. നവംബർ 14 നമുക്ക് അറിയായിരിക്കും. ഇയർ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. 1889 നവംബർ 14 ആര് ജനിച്ചത്? ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അലഹബാദിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 100ാം ജന്മദിനത്തിന്റെ അന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ജനശതാബ്ദി എക്സ്പ്രസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സ്പ്രസ് ആയിരിക്കും, ജനശതാബ്ദി എക്സ്പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ 100ാം ജന്മദിനം എന്ന് പറയുമ്പോൾ 1889 ജനിച്ചു. 100ാമത്തെ ജന്മദിനം എന്ന് പറയുമ്പോൾ 1989. അപ്പൊ 1989 നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇദ്ദേഹത്തിന്റെ 100ാം ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് ഏത് ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജനശതാബ്ദി എക്സ്പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഇദ്ദേഹത്തിന്റെ റെസ്റ്റ് ഇൻ പ്ലേസ്, ഇദ്ദേഹം എന്താ പറയാ മരിച്ചതിൽ ഇദ്ദേഹത്തിന്റെ ശവകുടീരം, ഇദ്ദേഹത്തിന് ഓക്കെ അല്ലേ? ഓക്കെ, ഇദ്ദേഹത്തിന്റെ റെസ്റ്റ് ഇൻ പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ശാന്തിവനാണ്. അതെവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലെ ശാന്തിവനമാണ് അദ്ദേഹത്തിന്റെ റെസ്റ്റ് ഇൻ പ്ലേസ്. ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി ആരാണ്? ഇദ്ദേഹമാണ്. 16 വർഷമാണ് ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി ഇദ്ദേഹമാണ്. 16 വർഷമാണ് ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. ഇനി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഡിബേറ്റ് ആണെന്നൊക്കെ ഞാൻ പോസ്റ്ററിൽ കണ്ടു. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കാം. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി കൂടുതൽ അറിയുന്ന ആരെങ്കിലും പറഞ്ഞു? അൺമ്യൂട്ട് ആക്കി പറഞ്ഞോളൂ. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ തന്നെ പറഞ്ഞു തരാം, സമയം കളയണ്ട. ഇദ്ദേഹം മരിച്ചത് എന്നാണ്? 1964 ഇദ്ദേഹം മരിച്ചത്. 1964 ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് ആൻ ഓട്ടോബയോഗ്രഫിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ആൻ ഓട്ടോബയോഗ്രഫി. ഓക്കെ അല്ലേ? നമ്മളൊരു പോയിന്റ് വിട്ടുപോയി. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഡിസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ആണ് ആര്? ഗാന്ധിജി. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. എല്ലാ പോയിന്റ്സും എഴുതിയെടുക്കുക. നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വലിയ വലിയ ക്ലാസ്സുകളിലാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് അടുത്ത ആളെ പറ്റി പറയട്ടെ. ഹിന്റ്. ഓക്കെ മാം. ഓക്കെ, അടുത്തത് കേട്ടോ. ആദ്യത്തെ ഹിന്റ്, 5 ഹിന്റ് ഞാൻ തരുള്ളൂ. ആദ്യത്തെ ഹിന്റ്, പഞ്ചാബിൽ ജനിച്ചു. അനുഗ്രഹർ ഇപ്പോഴും ഹാൻഡ് റൈസ് ആണ് കേട്ടോ. അപ്പൊ അനുഗ്രഹ അറിയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ആണെന്ന് വിചാരിക്കും. പഞ്ചാബിൽ ജനിച്ചു. എല്ലാവരും പഞ്ചാബിൽ കുറെ പേര് ജനിച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് 2ാമത്തെ പോയിന്റ്, ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം സ്പ്രെഡ് ചെയ്തു. ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം സ്പ്രെഡ് ചെയ്തു. 2ാമത്തെ ഹിന്റ്. 3ാമത്തെ ഹിന്റ് ആണ് പറയുന്നത്, 23ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. 23ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു.
നോ, അറിയില്ല. നാലാമത്തെ ഹിന്റ് അറിയാണെങ്കിൽ അൺമ്യൂട്ട് ആക്കിയിട്ടായാലും പറഞ്ഞാൽ മതി. അല്ല, ആൻസർ പറയരുത്, ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അനുഗ്രഹ റൈസ് ഹാൻഡ്. ഓക്കെ, അനുഗ്രഹ. ഓക്കെ, ഞാൻ ചോദിക്കാം. ഞാൻ 3 ഹിന്റേ പറഞ്ഞിട്ടുള്ളൂ. 5 ഹിന്റും പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരെയും ആൻസർ ചോദിക്കാം. ഓക്കെ, അറിയാവുന്നവർ, അതായത് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റാത്തവർ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് യെസ് എന്നോ വൈന്നോ എന്തെങ്കിലും ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കൊണ്ട്. അടുത്തത് ഞാൻ 3 എണ്ണം പറഞ്ഞു കേട്ടോ. പഞ്ചാബിൽ ജനിച്ചു, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം സ്പ്രെഡ് ചെയ്തു, 23ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. ഓക്കെ, അനുഗ്രഹ. യെസ്, ഓക്കെ. അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് വൈ ഐ ആം എത്തീസ്റ്റ്. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് വൈ ഐ ആം എത്തീസ്റ്റ്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. 4 ഹിന്റ്. 5ാമത്തെ ലാസ്റ്റ് ഹിന്റ്. നാലാമത്തെ ഹിന്റ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് വൈ ഐ ആം എത്തീസ്റ്റ്. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി, അതാണ് അതിന്റെ മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ വൈ ഐ ആം എത്തീസ്റ്റ്. 5ാമത്തെ ഹിന്റ്, നവജീവൻ ഭാരത സഭ ഫൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം ഫൗണ്ട് ചെയ്ത ഒരു അസോസിയേഷൻ ആണ് നവജീവൻ ഭാരത സഭ. ഓക്കെ, 5 ഹിന്റ് ഞാൻ പറഞ്ഞു, ടൈമില്ല. അനുഗ്രഹ. എലോണ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ആൻസർ. അനുഗ്രഹ ആരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ്. ഓക്കെ, എലോണ? ഭഗത് സിംഗ്. ഓക്കെ, ഇനി എനിവൺ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തത് ഇവർ 2 പേരായിരുന്നു. ഇനി ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല, ആൻസർ ഇവർ പറഞ്ഞു കഴിഞ്ഞു. ആരാണ്? ഭഗത് സിംഗ് ആണ് കേട്ടോ. അപ്പോ ഞാൻ ഇത്രയും പോയിന്റ്സ്, 5 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഭഗത് സിംഗിനെ പറ്റിയിട്ട്. ഒന്നാമത്തേത് പഞ്ചാബിലാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജന്മ ദേശം എന്ന് പറയുന്നത് ഏതാണ്? പഞ്ചാബിലാണ്. ഇൻകുലാബ് സിന്ദാബാദ്, അത് കേട്ടാൽ തന്നെ നമ്മൾ എന്താ പറയുക, യുവത്വങ്ങൾ പറയുന്ന ഡയലോഗ് അല്ലേ അത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം, വിപ്ലവം ജയിക്കട്ടെ, അതായത് ആ ഒരു അപ്പോ ഇത് ഞാൻ എന്താ പറഞ്ഞു വന്നത്, പഞ്ചാബിലാണ് ജനിച്ചത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം ഇന്ത്യയിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഭഗത് സിംഗ്. പിന്നെ ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് അറിയോ? 23ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നത്. എന്താ പറയാ, തിളയ്ക്കുന്ന ചോരയായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഒരുപാട് ബോംബറിന്റെ കേസും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആള് 23ാമത്തെ വയസ്സിൽ തൂക്കിക്കൊല്ലാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹം ഫൗണ്ട് ചെയ്ത, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അസോസിയേഷന്റെ പേരാണ് നവജീവൻ ഭാരത് സഭ. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത സഭയുടെ പേര് നവജീവൻ ഭാരത് സഭ എന്നാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് വൈ ഐ ആം എത്തീസ്റ്റ്. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി. വൈ ഐ ആം എത്തീസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന് ഒരു പേരും കൂടി ഉണ്ട്, ഷഹീദ് ഇ ആസാം. ഷഹീദ് ഇ ആസാം എന്നുള്ള പേരിലും ആള് അറിയപ്പെടും. ഫൈൻ, ഇത്രയും പോയിന്റ്സ് പഠിച്ചില്ലേ ഭഗത് സിംഗിന്റെ? ഭഗത് സിംഗിനെ പറ്റിയിട്ട് കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് നമ്മളെ ബേസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് ആര് ചോദിച്ചാലും, ഏത് ക്വിസ് കോമ്പറ്റീഷനും ഷഹീദ് ഇ ആസാം എന്നറിയപ്പെടുന്ന ഫ്രീഡം ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഭഗത് സിംഗ് ആണ്. വൈ ഐ ആം എത്തീസ്റ്റ് എന്ന ബുക്ക് എഴുതിയിട്ടുള്ള ഫ്രീഡം ലീഡർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഭഗത് സിംഗ് ആണ്. അപ്പൊ അത് തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മുടെ 2 എണ്ണം അങ്ങനത്തെ ഹിന്റ് വെച്ചിട്ടുള്ള 2 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത ആളെ ഹിന്റ് പറയട്ടെ? ഓക്കെ മാം. ഓക്കെ അല്ലേ? ഹിന്റ് പറയട്ടെ? ഒരു തംസപ്പ് ഒക്കെ തരുമോ എനിക്ക്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ മാം. ഓക്കെ, ഇനി അടുത്ത ആള് എന്ന് പറയുന്നത് മുംബൈയിൽ ജനിച്ചു. കിട്ടില്ല, കുറെ പേര് മുംബൈയിൽ ജനിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഹിന്റ്, ഞാൻ ജനിച്ച സ്ഥലം എന്തായാലും പറയും, മുംബൈയിൽ ജനിച്ചു. ഇനി 2ാമത്തെ ഹിന്റ്, ഭാരതരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഭാരതരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, അനുഗ്രഹ ഹാൻഡ് റൈസ് ചെയ്തതാണോ? എനിക്ക് ചാറ്റ് ബോക്സിൽ തരൂട്ടോ അനുഗ്രഹ. ഓക്കെ, പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. 2ാമത്തെ ഹിന്റ് ആണ്. 3ാമത്തെ ഹിന്റ്, ഇദ്ദേഹത്തിന്റെ
ബുക്കിന്റെ പേരാണ് പ്ലെയിൻ ഇറ്റ് മൈ വേ. ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. മുംബൈയിൽ ജനിച്ചു, ഒന്നാമത്തെ ഹിന്റ്. രണ്ടാമത്തേത് ഭാരതരത്ന വാങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. മൂന്നാമത്തേത് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. നാലാമത്തെ ഹിന്റ് എന്ന് പറയുന്നത് 16-ാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് പ്രവേശിച്ചു, അല്ലെങ്കിൽ 16-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ ക്രിക്കറ്റിലേക്കുള്ള രംഗപ്രവേശനം 16-ാമത്തെ വയസ്സിലായിരുന്നു. 2013 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 5 ഹിന്റ് കഴിഞ്ഞു. ആരൊക്കെയാ പറഞ്ഞത്? അനുഗ്രഹ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എലോന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആരാണ് അനുഗ്രഹ? സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, എലോന? സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, വെരി ഗുഡ്. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ബാക്കി 3 പേരും ആദിനാഥ്, ആര്യൻ, അനൈഡ, ഇവര് 3 പേരും ആൻസർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പോയിന്റ്സ് പഠിക്കാം. ക്വിസ് കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നതും ഒരു കാര്യമാണ്. ഇതിന്റെ ഒപ്പം കൂടുതൽ പോയിന്റ്സ് പഠിച്ച് അടുത്ത ക്വിസ് കോമ്പറ്റീഷനിൽ ഈ ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാന്നുള്ളതും കാര്യമാണ്. അപ്പൊ എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മുംബൈയിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ക്രിക്കറ്റിലേക്കുള്ള രംഗപ്രവേശനം എത്രാമത്തെ വയസ്സിലായിരുന്നു? 16-ാമത്തെ വയസ്സിലായിരുന്നു. ഭാരതരത്ന, അതായത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ്. ആ ഉയർന്ന ബഹുമതിയായ ഭാരതരത്ന കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതുപോലെ തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒരു വ്യക്തിക്ക് ഭാരതരത്ന കിട്ടുന്നത് സച്ചിന് മാത്രമാണ്. അതായത് സ്പോർട്സ് രംഗത്ത് നിന്ന്, കായിക രംഗത്ത് നിന്ന് ഭാരതരത്ന കിട്ടുന്ന കിട്ടിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി ആരാണ്? സച്ചിനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിനാണ്. ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ്. ഇനി 2013 വിരമിച്ചിട്ടുണ്ട്. പിന്നെന്താ പ്രത്യേകത? 100 സെഞ്ചുറി നേടിയിട്ടുള്ള, 100, അതായത് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 റൺസ് എടുക്കുന്നത്, ആ 100 സെഞ്ചുറി നേടിയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാരനാണ്. ഏറ്റവും കൂടുതൽ റണ്ണ്, ഡബിൾ സെഞ്ചുറി ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത് ആരാണ്? സച്ചിനാണ്. അങ്ങനത്തെ കുറെ ഇതുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഫൈൻ. സച്ചിനെ പറ്റി പഠിച്ചില്ലേ? ബാക്കി നമുക്ക് റൺസിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരും. പക്ഷെ ഈ ഒരു ഭാരതരത്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നൊക്കെയുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2014 കേട്ടോ സച്ചിന് ഭാരതരത്ന കിട്ടുന്നത്. 2014 സച്ചിന് ഭാരതരത്ന കിട്ടുന്നത്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത പേഴ്സണാലിറ്റിനെ പറ്റിയിട്ട് വേഗം പറയാം. അടുത്തതൊരു ലേഡിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ പറയട്ടെ? ഓക്കെ മാം. ഓക്കെ, അടുത്തതൊരു ലേഡിയാണ്. ഫസ്റ്റ് വുമൺ ഗവർണർ, ആദ്യത്തെ വുമൺ ഗവർണർ ആണ്. ഒന്നാമത്തെ ഹിന്റ്. രണ്ടാമത്തെ ഹിന്റ്, ഹൈദരാബാദിൽ ജനിച്ചു. സാധാരണ ഞാൻ ജനിച്ച സ്ഥലമാണ് ആദ്യ ഹിന്റ് തരാം, അത് ഞാൻ മാറ്റി പിടിച്ചതാണ്. ഫസ്റ്റ് വുമൺ ഗവർണർ. രണ്ടാമത്തെ ഹിന്റ്, ഹൈദരാബാദിൽ ജനിച്ചു. ഓക്കെ, മൂന്നാമത്തെ ഹിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ ആദ്യ വനിതാ പ്രസിഡന്റ്. അനുഗ്രഹി മെലോണിയും ഹാൻഡ് റൈസ് ചെയ്തതാണോ? ഓക്കെ, ഗുഡ്. ഓക്കെ, 3 ഹിന്റ് കഴിഞ്ഞു. നാലാമത്തെ ഹിന്റ്, ഈ ഒരു വ്യക്തിയുടെ ജന്മദിനം ഫെബ്രുവരി 13 ഈ ഒരു വ്യക്തിയുടെ ജന്മദിനം ഫെബ്രുവരി 13 അഞ്ചാമത്തെ ഹിന്റ്, ഈ ഒരു ദിവസം ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നു. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നു. ഓക്കെ, 5 ഹിന്റ് ഞാൻ പറഞ്ഞു. ഞാൻ ആൻസർ ചോദിക്കുകയാണ്. അനുഗ്രഹ, ആരാണ്? സരോജിനി നായിഡു. ഓക്കെ, എലോന? സരോജിനി നായിഡു. വെരി ഗുഡ്. ആരാണ് വ്യക്തി? സരോജിനി നായിഡു ആണ്. നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു വനിതയാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആണ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിട്ടാണ് സരോജിനി നായിഡു ആദ്യത്തെ വനിതാ ഗവർണർ ആവുന്നത്.
പിന്നെ എന്താണ് പ്രത്യേകത? ഞാനൊരു ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സരോജിനി നായിഡു സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അറിയണ കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടും. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആണ് കേട്ടോ. അതിന് മുമ്പ് ഒരു ഐറിഷ് ലേഡി പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്കാരി ആയിട്ടുള്ള ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. പിന്നെ സരോജിനി നായിഡുവിന്റെ ജന്മദിനം ഫെബ്രുവരി 13 ആണ്. ആ ഒരു ദിവസം നമ്മുടെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കും. അന്താരാഷ്ട്ര അല്ലെങ്കിൽ എന്താണ് വേൾഡ് വുമൻസ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 8 ആണ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ വനിതാ ദിനമാണ് കേട്ടോ, ഫെബ്രുവരി 13. അത് ആരുടെ ജന്മദിനമാണ്? നമ്മുടെ സരോജിനി നായിഡുവിന്റെ. ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? പഠിച്ചില്ലേ? പോയിന്റ്സ് ചെയ്തിർത്തില്ലേ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ കേട്ടോ. ഹിന്റ് തന്നിട്ടുള്ളത് ലാസ്റ്റ് വൺ ആണ്. അത് കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ടുള്ള വൺ വേർഡ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് വൺ, ആദ്യത്തെ, അടുത്ത ആളെ പറ്റി പറയാണ്, ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. ആദ്യത്തെ ഹിന്റ് ആണ്, ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. രണ്ടാമത്തെ ഹിന്റ്, ഫസ്റ്റ് ഹോം മിനിസ്റ്റർ, ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ആയിരുന്നു ഇന്ത്യയുടെ കേട്ടോ. ആദ്യത്തെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ആദ്യത്തെ ഹിന്റ്. രണ്ടാമത്തേത് ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനം, ഓക്കെ, രണ്ടുപേര് എലോനെ അനുഗ്രഹം കൈബന്ധിച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ബാക്കി ആരും ഒരു പാർട്ടിസിപ്പേഷൻ, ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് ഡൗട്ടുള്ള ആൻസർ ആണെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ? അങ്ങനെയല്ല, നമ്മള് എന്താ പറയാ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ല ആക്റ്റീവായിട്ട്. എലോനെ അനുഗ്രഹം മാത്രല്ല. ഓക്കെ, മൂന്നാമത്തെ ഹിന്റ്, ഒക്ടോബർ 31 ഇദ്ദേഹത്തിന്റെ ജന്മദിനം ആണ്. ഒക്ടോബർ 31 ആണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനം. ആ ഒരു ദിവസം ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നു, യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു. ആദ്യത്തെ ഡെപ്യൂട്ടി മിനിസ്റ്റർ, ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, ഇദ്ദേഹത്തിന്റെ ജന്മദിനം യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രതിമ നർമ്മദ നദിയുടെ തീരത്തുണ്ട്. എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ നാലാമത്തെ പോയിന്റ്? ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഏകതാ ദിനം അല്ലെങ്കിൽ ദ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു. യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രതിമ നർമ്മദ നദിയുടെ തീരത്തുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത്. ഓക്കെ അല്ലേ? 5 പോയിന്റും കഴിഞ്ഞു. 5 ഹിന്റ്, ഓരോ ഹിന്റിന് എക്സ്ട്രാ തന്നിട്ടുണ്ട്, ആ പോയിന്റിന്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ആദിനാഥെ, ആര്യൻ, അനൈഡ, നിങ്ങൾക്കൊന്നും ആൻസർ ഇല്ല? സാരില്ല, നമുക്ക് പുതിയതായി പഠിക്കാലോ. മാം റസ്മിയ, ഓക്കെ റിസ്മിയ, ഹായ് റിസ്മിയ. നമ്മൾ ഓൾറെഡി എത്ര എണ്ണം? 5ഉം 3ഉം 8 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് തൊട്ട് ജോയിൻ ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഈ ആൻസർ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഹിന്റ് വെച്ചിട്ടാണെങ്കിലും ആൻസർ പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അനുഗ്രഹം എലോനയാണ് കൈപൊന്തിച്ചിട്ടുള്ളത്, ബാക്കി ആരും കൈപൊന്തിച്ചിട്ടില്ല. ഓക്കെ, അനുഗ്രഹ എലോന, നമ്മുടെ ആൻസർ ഒന്ന് പറഞ്ഞേ. ആൻസറിന്ന് അങ്ങോട്ട് പോയി. അനുഗ്രഹ ആരാണ് വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. എലോന? സർദാർ വല്ലഭായ് പട്ടേൽ ആണോ? സർദാർ വല്ലഭായ് പട്ടേൽ ആണോ? ഓക്കെ ഗുഡ്, വെരി ഗുഡ്. ആൻസർ ശരിയാണ്, സർദാർ വല്ലഭായ് പട്ടേൽ കേട്ടോ. അപ്പൊ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ബാക്കി ആരും ആൻസർ പറയുന്നില്ല. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ജസ്റ്റ് അറിയില്ലെങ്കിലും ഗസ് ചെയ്യാം. ഞാൻ നേരത്തെ സച്ചിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ പറയുന്ന വെച്ചു. ഈ ആര്യനും ആദിനാഥും ഒക്കെ സച്ചിന്റെ ഫാനാണ്. ഇപ്പൊ നിങ്ങൾ ചാടിക്കറി സച്ചിനെ പറയുന്നു വിചാരിച്ചു. സാരമില്ല, പോയിന്റ്സ് പഠിച്ചല്ലോ നമ്മള്. ഇനി വരും, ഇനി നെക്സ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ നിങ്ങൾ ആൻസർ പറയണം. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി പഠിച്ചാലോ? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ അയേൺ മാൻ ഓഫ് ഇന്ത്യ. അയേൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സർദാർ വല്ലഭായ് പട്ടേല്. ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമാണ്, ആദ്യത്തെ ഹോം മിനിസ്റ്ററും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ആദ്യത്തെ ഹോം മിനിസ്റ്റർ, ഉരുക്ക് മനുഷ്യൻ അല്ലെങ്കിൽ അയേൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ 31 ആണ്. ആ ഒക്ടോബർ 31 നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് യൂണിറ്റി ഡേ അല്ലെങ്കിൽ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 31 യൂണിറ്റി ഡേ അല്ലെങ്കിൽ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ
പ്രതിമ നിങ്ങൾ പേപ്പറിലൊക്കെ വായിക്കും, പേപ്പർ വായിക്കുന്നവരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പേപ്പറിലൊക്കെ ഈ ഒരു ഇനാഗ്രേഷൻ നടന്ന ടൈമിലൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു ആണ് ഇദ്ദേഹത്തിന്റെ സ്റ്റാച്യു എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ നർമ്മദ നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദീതീരത്ത്. ഏതാ പറയുന്ന പേരാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. ഓക്കെ അല്ലേ? ഫൈൻ. പോയിന്റ്സ് എല്ലാം പഠിച്ചില്ലേ? പഠിച്ചു മാം. പഠിച്ചു മാം, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ 5 ആൾക്കാരെ പേരുകളും 5 ഹിന്റുകളും എന്താ പറയാ ഹിന്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് അനുഗ്രഹയ്ക്ക് 7 പോയിന്റ്സ്. അത് ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചത്. അനുഗ്രഹയ്ക്ക് 7 പോയിന്റ്സും എലോനയ്ക്ക് 7 പോയിന്റ്സും. രണ്ടുപേരും ടൈ ആണ്. ഏതോ ഒരു ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി നിങ്ങൾക്ക് എന്താ പറയാ സിമ്പിൾ ആയിട്ട് 1 വേർഡ് ആയിട്ടുള്ളതാണ്. അത് ആൻസർ പറയാം. ഹാൻഡ് റൈസ് ചെയ്യണേ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഗസ് ആണെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തത്, ഐ ആം ദ വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട്. അതായത് ഇത് ആൻസർ എന്താ പറയാ നമ്മളൊരു പസിൽ പോലെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ടല്ല, പസിലാണ്. ഐ ആം ദ വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് ബട്ട് ഐ ആം നോട്ട് ഫുൾ ഓഫ് സാൻഡ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട്, പക്ഷെ ഞാൻ ഫുൾ മണ്ണല്ല. ഏതാണ്? അനുഗ്രഹ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എലോന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ എല്ലാരും ഹാൻഡ് റൈസ് അല്ല, എല്ലാരും അറിയാം, ഹാൻഡ് റൈസ് ചെയ്യൂ. ഗസ് ആണെങ്കിലും കുഴപ്പമില്ല. ഐ ആം ദ വേൾഡ് ലാർജർ ഡെസേർട്ട് ബട്ട് ഐ ആം നോട്ട് ഫുൾ ഓഫ് സാൻഡ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട്, പക്ഷെ ഞാൻ മണ്ണില്ല എന്റെ കയ്യിൽ. ഓക്കെ ഫൈൻ. ആരും ആൻസർ ബാക്കിയുള്ളവർ പറയുന്നില്ല. നമുക്ക് അനുഗ്രഹ ഏതാണ്? സഹാറ. ആദിനാഥ് കേൾക്കുന്നുണ്ടോ? ആദിനാഥ് ഒഡിബിൾ ആണോ? ആദിനാഥ് അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ആദിനാഥ് അറിയത്? ഫൈൻ. റിപ്ലൈ ഇല്ല. എലോന ഏതാണ്? അന്റാർട്ടിക് ഡെസേർട്ട്. അന്റാർട്ടിക്. ഓക്കെ, വെരി ഗുഡ്. ആദിനാഥ് ആൻസർ പറയുന്നില്ലേ എന്നാണ്. ആദിനാഥിന് എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഇല്ല. അനൈഡ? ഫൈൻ. അനുഗ്രഹന്റെ ആൻസർ തെറ്റാണ്. എലോന കറക്റ്റ് ആണ്. അന്റാർട്ടിക്ക കേട്ടോ. അനുഗ്രഹ, നമുക്ക് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കുഴപ്പമില്ല, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. വെരി ഗുഡ്. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ, മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എന്താണ്? സഹാറയും താറും ഒക്കെയാണ്, അല്ലെങ്കിൽ എന്താ ചുട്ടുപഴുത്ത മണലാരങ്ങൾ മാത്രമാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഡെസേർട്ട് ഉണ്ട്. കോൾഡ് ഡെസേർട്ടും ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട്. അതായത് തണുത്ത മരുഭൂമികളും ഉണ്ട്, ചൂട് മരുഭൂമികളും ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ മരുഭൂമി, വേൾഡിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് പറയുന്നത് ഏതാണ്? അന്റാർട്ടിക്ക ആണ്. അവിടെ പക്ഷെ എന്താണ്? അത് ഒരു തണുത്ത മരുഭൂമിയാണ്, കോൾഡ് ഡെസേർട്ട് ആണ്. അപ്പോൾ there are 2 type of desert. 2 ടൈപ്പ് ഡെസേർട്ട് ഉണ്ട്. ഹോട്ട് ഡെസേർട്ടും ഉണ്ട്, കോൾഡ് ഡെസേർട്ടും ഉണ്ട്. ഹോട്ട് ഡെസേർട്ടിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സഹാറ. പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ളത് ഏതാണ്? രാജസ്ഥാൻ മരുഭൂമിയിലെ താർ മരുഭൂമി ഒക്കെ. അപ്പൊ ഹോട്ട് ഡെസേർട്ടിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സഹാറ മരുഭൂമിയും താർ മരുഭൂമിയും. കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എക്സാമ്പിള്? ലഡാക്ക്. നിങ്ങൾക്ക് ലഡാക്ക് കേട്ടിട്ടുണ്ടാവില്ലേ? കാശ്മീരിലെ ലഡാക്ക് എന്ന് പറയുന്ന ഒരു കോൾഡ് ഡെസേർട്ട് ആണ്. പിന്നെ ഏതാണ്? ഈ അന്റാർട്ടിക്ക, ആർട്ടിക്, അതുപോലെ തന്നെ ഗോബി എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് ഉണ്ട്, GOBI. ഇതെല്ലാം എന്ത് ഡെസേർട്ടിന് ഉദാഹരണമാണ്? കോൾഡ് ഡെസേർട്ടിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അപ്പൊ മരുഭൂമികൾ ഇനി നിങ്ങൾ ഒരിക്കലും മണലാരങ്ങൾ, ചുട്ടുപഴുത്ത മണലാരങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഹോട്ടും ഉണ്ട്, കോൾഡ് ഉണ്ട്. ഹോട്ട് ആയ നമ്മുടെ താർ മരുഭൂമി, സഹാറയൊക്കെ ഹോട്ട് ഡെസേർട്ട് ആണ്. കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത് ലഡാക്ക്, അന്റാർട്ടിക്ക, ആർട്ടിക്, ഗോബി, അതൊക്കെ ഏതാണ്? കോൾഡ് ഡെസേർട്ട് ആണ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഇതില് വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, സഹാറ മരുഭൂമി, അനുഗ്രഹ സഹാറ പറഞ്ഞു. സഹാറ മരുഭൂമി ഏത് കോണ്ടിനെന്റിലാണ്, ഏത് വൻകരയിലാണ് സഹാറ? അറിയോ അനുഗ്രഹ?
അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരാം. സഹാറ മരുഭൂമി എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ് ഉള്ളത് കേട്ടോ. 11 രാജ്യങ്ങളിലായി പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ്. അപ്പോ ചോദ്യം ഞാൻ വേറെ ചോദിക്കുകയാണ്, ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് ചോദിച്ചത് ഏതാണ്? സഹാറയാണ്. അനുഗ്രഹ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഹോട്ട് ആണോ കോൾഡ് ആണോ എന്നുള്ളത് ചോദിച്ചിട്ടില്ല. അതാണ്. അപ്പോ 11 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു മരുഭൂമിയാണ് ഏതെന്ന് പറയുന്നത്? സഹാറ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ താർ മരുഭൂമി, അത് എവിടെയാണുള്ളത്? ഇന്ത്യയിലും പാകിസ്ഥാനിലായിട്ടാണ് താർ മരുഭൂമി കിടക്കുന്നത്. അന്റാർട്ടിക്ക എവിടെയാണ്? അന്റാർട്ടിക്ക വൻകരയിലാണ്. പിന്നെ ഗോബി എന്ന് ഞാൻ പറഞ്ഞു, ഒരു തണുത്ത മരുഭൂമിയാണ് ഗോബി. ഈ ഗോബി മരുഭൂമി എവിടെയാണുള്ളത്? അത് ചൈനയിലാണ് കേട്ടോ. ഗോബി മരുഭൂമി എവിടെയാണുള്ളത്? ചൈനയിലാണ്. അതൊരു തണുത്ത മരുഭൂമിയാണ്. ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ഓക്കെ മാം. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐ ആം വേർ ദ ഗ്രേറ്റ് വാൾ stretches for thousands of kilometers. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ മാം? I am where the great wall stretches for thousands of kilometers. ഞാനാണ് ഗ്രേറ്റ് വാൾ. ഞാൻ എവിടെയാണ് എന്നാണ് ചോദ്യം. അനുഗ്രഹ ഹാൻഡ് റൈസ് ചെയ്തു, എലോണ ഹാൻഡ് റൈസ് ചെയ്തു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആദിനാഥ് ഉണ്ട് ഇവിടെ. പിന്നെ ആരാണ്? ആര്യൻ ഉണ്ട്, അനൈഡ് ഉണ്ട്. ഹാൻഡ് റൈസ് ചെയ്തില്ലെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിലും ജസ്റ്റ് യെസ് എന്ന് ആൻസർ ചെയ്യണം. ആര്യൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗുഡ്. ആദിനാഥ് ഹാൻഡ് റൈസ് ചെയ്തിട്ട്. അനുഗ്രഹ ഏതാണ് ആൻസർ എന്ന് പറഞ്ഞ? അനുഗ്രഹ ചൈനയിലെ വൻമതിൽ. ചൈന. ഓക്കെ, എലോന? ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഓക്കെ, ആദിനാഥ്? ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ചൈന. ഓക്കെ, ഗുഡ്. ചൈനയാണ് ആൻസർ. ചൈനയാണ്. ഗ്രേറ്റ് വാൾ ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ്? ചൈനയിലാണ്. ഓക്കെ, ഗുഡ്. ഇപ്പൊ ചൈനയിലാണ് ഗ്രേറ്റ് വാൾ ഉള്ളത്. പ്രത്യേകിച്ച് അതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നത്. എല്ലാവരും ആൻസർ ചെയ്യണമല്ലോ. എത്ര കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്നറിയോ നിങ്ങൾക്ക്? ഗ്രേറ്റ് വാൾ എന്നൊക്കെ പറയുമ്പോ 20,000 കിലോമീറ്റർ ആണ് അത് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത്. ഗ്രേറ്റ് വാൾ എത്രയല്ലേ? 20,000 കിലോമീറ്റർ ആണ് അത് സ്ട്രെച്ചിങ് ചെയ്ത് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത്, ഐ ആം ദ ഹൈയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് ഇൻ ദ വേൾഡ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ പീക്ക്. ഞാനാണ്. ആരാണ്? അനുഗ്രഹം എലോണയും കൈപ്പൊന്തിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എല്ലാവരും റെസ്പോണ്ട് ചെയ്യും. തെറ്റിയാലും കുഴപ്പമില്ല. ആര്യം കൈപ്പൊന്തിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതുണ്ട്. ഓട്ടിപ്പിൾ അല്ലേ നിങ്ങൾക്ക്? എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ലോസ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ ചോദിക്കുകയാണ്. അനുഗ്രഹ ആയതാണ്? എവറസ്റ്റ്. എവറസ്റ്റ്. ഓക്കെ, എലോന? മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ്. ഇനി ആര്യൻ? എവറസ്റ്റ്. എവറസ്റ്റ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഏതാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഏതാണ്? അതും സിമ്പിൾ ആൻസർ ആയിരുന്നു. എവറസ്റ്റ് ആണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടി എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോ എവറസ്റ്റ് ഏത് കൺട്രിയിലാണ്? എവറസ്റ്റ് ഏത് കൺട്രിയിലാണ്? നേപ്പാൾ. അതറിയില്ല. നമ്മുടെ ഇന്ത്യയിലാണോ? നേപ്പാൾ. നേപ്പാൾ. ഓക്കെ, ഫൈൻ, കറക്റ്റ്. നേപ്പാളിലാണ്. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. ഇന്ത്യയിലാണെന്നല്ല കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കി എവറസ്റ്റ് കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇന്ത്യയിലല്ല. അപ്പൊ എവിടെയാണുള്ളത്? നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. പക്ഷെ മൗണ്ട് എവറസ്റ്റിനെ നേപ്പാളുകാർ വിളിക്കുന്നത് വേറൊരു പേരിലാണ്. അതറിയോ ഏത് പേരിലാന്ന്? ഇത്രയും നല്ല പേരുണ്ടായിട്ട് പക്ഷെ നേപ്പാളുകാർ വേറെ പേരിലാണ് വിളിക്കുക. സാഗർ മാത എന്നാണ് നേപ്പാളുകാർ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ മൗണ്ട് എവറസ്റ്റിനെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് ഏതാണ്? സാഗർ മാത എന്നാണ്. ഇനി വേറൊരു ചോദ്യം, അല്ല വേറൊരു കാര്യം ചോദിക്കാണ്. ഈ മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കയറിയ വ്യക്തികളെ പേര് അറിയോ നിങ്ങൾക്ക്? മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കയറിയിട്ടുള്ള വ്യക്തി എനിവൺ? ഇല്ല. എഡ്മണ്ട് ഹില്ലരി കേട്ടോ. എഡ്മണ്ട് ഹില്ലരി ആൻഡ്
ടെൻസിംഗ് നോർഗെ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത്. എഡ്മണ്ട് ഹിലരി ആൻഡ് ടെൻസിംഗ് നോർഗെ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ. എഡ്മണ്ട് ഹിലരി, പേര് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡ്മണ്ട് ഹിലരി ആൻഡ് ടെൻസിംഗ് നോർഗെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഈ ഒരു ഹിന്റും കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇത് ആദ്യമായിട്ട് കീഴടക്കിയ വനിത, ഇന്ത്യക്കാരിയായ വനിത ആരാണ്? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വനിത ഇന്ത്യക്കാരിയാണ്. ആരാണ്? എനിവൺ? ബജേന്ദ്രി പാൽ കേട്ടിട്ടുണ്ടോ? ബജേന്ദ്രി പാലാണ് ഇത് ആദ്യമായിട്ട് കീഴടക്കിയിട്ടുള്ള ഇന്ത്യക്കാരിയായ വനിത എന്ന് പറയുന്നത്. ബജേന്ദ്രി പാലാണ്. ഇത്രയും ഹൈറ്റ് കിട്ടും. നിങ്ങൾ ആലോചിക്കുക, 8850 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അത് കേറിയിട്ട് മുകളിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിത ആരാണ്? ബജേന്ദ്രി പാലാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇത് കീഴടക്കിയിട്ടുള്ള ഒരു അംഗവൈകല്യമുള്ള ഒരു സ്ത്രീ ഉണ്ട്. അതും നമ്മുടെ ഇന്ത്യക്കാരിയാണ്. ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വുമൺ ഇത് കോൺകർ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്നു ആ സമയത്ത്. ലാസ്റ്റ് ഒരു 10 years മുമ്പാണ് ഇത് കീഴടക്കിയിട്ടുള്ളത്. അരുണിമ സിൻഹ എന്ന് പറയുന്ന ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരി ഇത് കീഴടക്കിയിട്ടുണ്ട്. ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആദ്യമായിട്ട് കീഴടക്കിയത് ആരാണ്? എഡ്മണ്ട് ഹിലറിയും ടെൻസിംഗ് നോർഗെയാണ്. ആദ്യമായിട്ട് ഇത് കീഴടക്കിയിട്ടുള്ള ഇന്ത്യക്കാരിയായ വനിത ആരാണ്? ബജേന്ദ്രി പാലാണ്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വുമൺ ആരാണ്? അരുണിമ സിൻഹ എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, അരുണിമ സിൻഹ. ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? അടുത്ത് പിന്നെ നേപ്പാളിൽ അവർ വിളിക്കുന്നത് എവറസ്റ്റ് എന്നൊന്നല്ല, സാഗർമാത അങ്ങനെയാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ 11 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഒരു 9 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വേഗം തീർക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ഐ ആം കോൾഡ് ദ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ. ഐ ആം കോൾഡ് ദ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ. അനുഗ്രഹ, എലോന കൈപ്പൊന്തിച്ചിട്ടുണ്ട്. എനിവൺ? ബാക്കി എല്ലാരും റെസ്പോണ്ട് ചെയ്ത്. ആദിനാഥ്, അനൈഡ, ആര്യൻ. പിങ്ക് സിറ്റി. പിങ്ക് സിറ്റി ഇല്ല. ഓക്കെ, ഞാൻ ആൻസർ ചോദിക്കുകയാണ്. അനുഗ്രഹ, ഏതാണ് പിങ്ക് സിറ്റി? അനുഗ്രഹ? ജയ്പൂർ. എലോണ? ജയ്പൂർ. ഓക്കെ, ഗുഡ്. ഏതാണ്? ബാക്കി ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകണ്ടോ? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ, റെസ്പോണ്ട് ചെയ്യണം. അനുഗ്രഹം എലോണയും പറഞ്ഞത് കറക്റ്റ് ആണ്. ഏതാണ് നമ്മുടെ ഇന്ത്യയിലെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്? ജയ്പൂർ ആണ്. ജയ്പൂർ എവിടെയാണ്? രാജസ്ഥാൻ. വെരി ഗുഡ്. പിങ്ക് സിറ്റി എവിടെയാണ്? രാജസ്ഥാൻ. എലോനയാണോ അത് പറഞ്ഞത്? ഓക്കെ, ഗുഡ്. എവിടെയാണ് പിങ്ക് സിറ്റി? ജയ്പൂർ ആണ്. ജയ്പൂർ എവിടെയുള്ളത്? രാജസ്ഥാനിലാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ ട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ആം ദ വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ലൊക്കേറ്റഡ് ഇൻ മേഘാലയ. ഞാനാണ് ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം. ഞാൻ മേഘാലയയിലാണ് ഉള്ളത്. ഐ ആം ദ വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ലൊക്കേറ്റഡ് ഇൻ മേഘാലയ. ഓക്കെ, അനുഗ്രഹ, എലോണ രണ്ടുപേരാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ആരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല. തെറ്റാണെങ്കിലും കുഴപ്പമില്ല. പാർട്ടിസിപ്പേഷൻ. ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര വട്ടം പങ്കെടുക്കുന്നു? ഇവരൊക്കെ ഇന്ത്യക്ക് എല്ലായ്പ്പോഴും മെഡൽ കിട്ടുന്നുണ്ടോ? എന്നിട്ടും ഇന്ത്യ പങ്കെടുക്കുന്നു. അത്രേ ഉള്ളൂ. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാം. ആര്യൻ കൈപോന്തിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ആൻസർ ചോദിക്കാം. അനുഗ്രഹ, ഏതാണ്? അനുഗ്രഹ, ഏതാണ് ആൻസർ? ഏതാണ് വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്? അനുഗ്രഹ പറയുന്നില്ല. എലോന? മാം, ഏതൊരു മൗസിൻ റാം അങ്ങനെ എന്തോ ഒരു പേരാണെന്ന് തോന്നുന്നു. മൗസിൻ റാമോ സംതിങ് ലൈക്ക് മറന്നു. ഓക്കെ. മൗസിൻ റാം. ഓക്കെ, ഫൈൻ. ആര്യൻ പറഞ്ഞ. ആര്യൻ ഏതാണ്? ആര്യൻ ആൻസർ ഇല്ലേ? ആര്യൻ, ആർ യു ദർ? ചിറാപുഞ്ചി. ഓക്കെ, ഫൈൻ. ഓക്കെ,
ആര്യൻ പറഞ്ഞ ആൻസർ തെറ്റാണ്. ഇത്രയും നാളും ചിറാപൂഞ്ചി ആയിരുന്നു. ഇപ്പൊ കുറച്ച് വർഷമായിട്ട് മൗസിൻഡ്രാം ആണ് കേട്ടോ. അനുഗ്രഹി മെലോണിയും പറഞ്ഞതാണ് ശരി, മൗസിൻഡ്രാം. ആര്യൻ കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ഒരു 4 ഇയേഴ്സ് മുമ്പ് വരെ ചിറാപൂഞ്ചി ആയിരുന്നു. ചിറാപൂഞ്ചി മഴയത്ത് പാട്ട് കേട്ടിട്ടില്ലേ? കാരണം എന്താണെന്നറിയോ? അവിടെ അത്രയും മഴയാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് മൗസിൻഡ്രാം. അതുപോലെ തന്നെയാണ് ചിറാപൂഞ്ചി എന്ന് പറയുന്നത്. പക്ഷെ മൗസിൻഡ്രാം ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് കേട്ടോ. അതാണ് മാം എനിക്ക് കൺഫ്യൂഷൻ അടിച്ചത്. ഇത്രയും നാൾ ചിറാപൂഞ്ചി ആയിരുന്നല്ലോ. ചിറാപൂഞ്ചി ആയിരുന്നു ഇത്രയും നാളും. പക്ഷെ ഇപ്പൊ അത് ചേഞ്ച് ആയിട്ട് മൗസിൻഡ്രാം. 2 സ്ഥലവും മേഘാലയയിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും നനവുള്ള പ്രദേശം ലോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ മേഘാലയയിലെ മൗസിൻഡ്രാം എന്ന് പറയുന്ന സ്ഥലമാണ്. ചിറാപൂഞ്ചിയും അതുപോലെ കുറെ മഴ കിട്ടുന്നതാണ്. പക്ഷെ ഫസ്റ്റ് പൊസിഷനിൽ ഏതാണ്? മൗസിൻഡ്രാം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി മൗസിൻഡ്രാം ഏത് കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ മൗസിൻഡ്രാം എന്ന് പറയുന്ന സ്ഥലം ഒരു നല്ല അടിപൊളി സ്ഥലം. നിങ്ങൾ ജസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ കേട്ടോ. മേഘാലയ എന്ന് പറയുന്നത് അടിപൊളി പ്ലേസ് ആണ്. ഓക്കെ, അപ്പൊ മൗസിൻഡ്രാം സ്ഥിതി ചെയ്യുന്ന കുന്ന് അല്ലെങ്കിൽ ഹിൽസ് എന്ന് പറയുന്നത് ഗാസി എന്ന് പറയുന്ന ഹിൽസിലാണ്. മേഘാലയയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളാണ് ഗാസി എന്ന് പറയുന്നത്. ആ ഗാസി ഹിൽസിലാണ് ഈ ഒരു ചിറാപൂഞ്ചി അല്ലെങ്കിൽ ചിറാപൂഞ്ചി മൗസിൻഡ്രാം 2 സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഗാസി ഹിൽസിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് മൗസിൻഡ്രാം ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. സമയം ഇങ്ങനെ പോവാണല്ലേ, വേഗം എടുക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐ ആം ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ യു ഫൈൻഡ് ഏഷ്യാറ്റിക് ലൈൻ. ഏഷ്യാറ്റിക് ലൈൻ കണ്ടുവരുന്ന ഒരേ ഒരു സംസ്ഥാനം ഞാനാണ്. ഞാൻ ആരാണ്? അതാണ് ചോദ്യം. മാം ഒന്നോടെ ചോദ്യം ചോദിക്കാവോ? ക്ലിയർ ആയിരുന്നില്ല. ഐ ആം ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ യു ഫൈൻഡ് ഏഷ്യാറ്റിക് ലൈൻ. ഏഷ്യാറ്റിക് ലൈൻ കണ്ടുവരുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ഞാനാണ്. ഓക്കെ, അനുഗ്രഹി മെലോഡി മത്സരിച്ച് കൈപ്പൊന്നിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി ആരാണ്? ആര്യൻ ഉണ്ടോ? ആര്യൻ, ആദ്യം. മാം ഒന്നും കൂടി പറയോ? ഓക്കെ, അനുഗ്രഹയുടെ ഹാൻഡ് റൈസ് അങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, ഐ ആം ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ യു ഫൈൻഡ് ഏഷ്യാറ്റിക് ലൈൻ. ഓക്കെ, എലോണ കൈപ്പൊന്നിച്ചിട്ടുണ്ട്. അനുഗ്രഹ ഓക്കെ അല്ല. അപ്പൊ ഞാൻ എലോണയോട് ആൻസർ ചോദിക്കാണ്. എലോണ ഏതാണ്? മാം ഗുജറാത്ത് ആണോ? ഗുജറാത്ത് ആണോ? അല്ലെങ്കിൽ ആസാം, സംതിങ് ലൈക്ക് ദാറ്റ്. അയ്യോ, ഒരെണ്ണം പറ. ആസാം. ആസാം. ഓക്കെ, അനുഗ്രഹിക്ക് ആൻസർ ഉണ്ടോ? ഗുജറാത്ത്. ഓക്കെ, മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, ഏഷ്യാറ്റിക് ലയൺ എന്നായിരുന്നോ ലൈൻ എന്നായിരുന്നോ? ലയൺ. ഞാൻ ലൈൻ എന്നാ കേട്ടെ. ഓക്കെ, ഏഷ്യാറ്റിക് ലയൺ ഏതാണ്? ലയൺ. അയ്യോ, ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആസാം അല്ല, ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, ആൻസർ ഗുജറാത്ത് ആണ് കേട്ടോ. ഗുജറാത്ത് ആണ്. രണ്ടും സെയിം ആൻസർ കറക്റ്റ് ആണ്. ആസാം അല്ല കേട്ടോ. ആസാമില് നമുക്ക് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമൊക്കെയാണ് ആസാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒറ്റക്കൊമ്പുള്ള കണ്ടാമൃഗമൊക്കെ. നമ്മുടെ ഇന്ത്യയില് ഏഷ്യാറ്റിക് ലയൺ അല്ലെങ്കിൽ എന്താണ് സിംഹത്തിനെ കാണുന്ന ലയണിനെ കാണപ്പെടുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഗുജറാത്ത് എന്ന് പറയുന്നത്. ഒരു നാഷണൽ പാർക്കിലാണ് കാണപ്പെടുന്നത്. ഏതാ നാഷണൽ പാർക്ക് എന്ന് അറിയോ? ഏതാ നാഷണൽ പാർക്ക് എന്ന് ഇനി ഐഡിയ? ഈ സിംഹത്തിന്റെ കരച്ചിൽ പോലത്തെ ഒരു പേരാണ്. നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിട്ട് ഗിർ കേട്ടുണ്ടോ? ഗിർ നാഷണൽ പാർക്ക് കേട്ടോ. മറക്കോ ഇനി? സിംഹത്തിന്റെ കരച്ചിൽ പോലെ. ഹലോ, ഓക്കെ. ഗിർ നാഷണൽ പാർക്കിലാണ് ഏത് കാണപ്പെടുന്നത്? ഈ ഏഷ്യാറ്റിക് ലൈൻ കാണപ്പെടുന്നത്. ആ സിംഹത്തിന്റെ കരച്ചിൽ പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക, ഗിർ. ഓക്കെ, ഞാൻ കോഡ് പോലെ പറഞ്ഞു തന്നതാണ്. ഗിർ നാഷണൽ പാർക്ക് കേട്ടോ. ഞാൻ വേഗം വായിക്കാം. ഐ ആം എൻ ഐലാൻഡ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ നോൺ ഫോർ കോറൽ റീഫ്സ്. ഇന്ത്യയിലെ ഒരു ദ്വീപാണ് ഞാൻ. പവിഴപ്പുറ്റുകളുടെ ദ്വീപാണ് ഞാൻ. ഞാൻ ആരാണ്?
I am an island group in India known for coral reefs. പവിഴപ്പുറ്റുകളുടെ നോൺ ഫോർ യെസ് അടിച്ചോ, അനുഗ്രഹ ചാറ്റ് ബോക്സിൽ യെസ് അടിച്ചോ കേട്ടോ. കോറൽ non for റീഫ്സ്, എന്താണ്? കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകൾ. കോറൽ റീഫ്, പവിഴപ്പുറ്റുകൾ. ദാ, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കോറൽ റീഫ്, പവിഴപ്പുറ്റുകൾ. ഓക്കെ, അനുഗ്രഹ യെസ് പറഞ്ഞിട്ടുണ്ട്, ആര്യൻ പറഞ്ഞിട്ടുണ്ട്. ആര്യൻ വെരി ഗുഡ്. എലോണ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ, അനുഗ്രഹ അല്ല ആദ്യം അനുഗ്രഹ, അയ്യോ എലോണ അനുഗ്രഹ ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ്. ഓക്കെ, ആര്യൻ? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ്. എലോണ? ലക്ഷദ്വീപ് ഐലൻഡ്. ലക്ഷദ്വീപ് ഐലൻഡ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഏതാണ്? ലക്ഷദ്വീപ് ആണ് കേട്ടോ. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പവിഴപ്പുറ്റുകളുടെ ദ്വീപാണ്. പവിഴപ്പുറ്റുകൾ നല്ല കളർഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും കണ്ടാൽ നമ്മൾ വണ്ടർ അടിച്ചു പോകും. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. വലിയ കുട്ടികൾ ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഫാമിലിയോടൊപ്പം ട്രാവൽ ചെയ്ത് ലക്ഷദ്വീപിലൊക്കെ പോകും. അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ലക്ഷദ്വീപ് ക്ലിയർ ആണ്. ലക്ഷദ്വീപ് ആണ് നമ്മൾ പറഞ്ഞത്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് അല്ല, അതൊരു യൂണിയൻ ടെറിട്ടറി ആണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. അത് പവിഴ ദ്വീപുകളാണ്, പവിഴപ്പുറ്റുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ദ്വീപുകളാണ്. വേറൊരു ദ്വീപ് എനിവൺ? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് അറിയോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലക്ഷദ്വീപ് പോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപ് അറബിക്കടലിലാണുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലാണുള്ളത്. അപ്പോ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത് അഗ്നിപർവ്വത ദ്വീപുകളാണ്, അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ടുള്ള ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. അപ്പോ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പവിഴപ്പുറ്റുകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദ്വീപാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് എന്താണ്? അഗ്നിപർവ്വത സ്ഫോടനത്താൽ ഉണ്ടായിട്ടുള്ള ദ്വീപുകളാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അറബിക്കടലിലാണ് കാണുന്നത്. പക്ഷെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഇത് രണ്ടും നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ്. ഇത് രണ്ടും ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആ ഒരു പ്രദേശം ഭരിക്കുന്നത്, അല്ലെങ്കിൽ അത് ആരുടെ കീഴിലായിരിക്കും? അത് പ്രസിഡന്റിന്റെ കീഴിലായിരിക്കും. നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ്. ആളുടെ ആ ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കും ഏതെന്ന് പറയുന്നത് ഈ രണ്ട് പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the state is famous for tea gardens and mighty ബ്രഹ്മപുത്ര. ഈ ഒരു സംസ്ഥാനം അറിയപ്പെടുന്നത് ടീ ഗാർഡൻസിന്റെ പേരിലാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടുപേര് കൈപ്പൊന്തിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അനുഗ്രഹിയും എലോണിയും കൈപ്പൊന്തിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ആൻസർ പറയാണ്. നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് അനുഗ്രഹ? ഏതാണ്? ആസാം. ആസാം. ഓക്കെ, എലോണ? ആസാം. ആസാം. വെരി ഗുഡ്. ഏതാണ്? ആര്യൻ കൈവന്നിച്ചു. ആര്യൻ പറയൂ. നിങ്ങൾ ആര്യൻ ഏതാ? ആസാം. ഓക്കെ, ഗുഡ്. അപ്പൊ ആസാം ആണ് നമ്മുടെ ആൻസർ. കറക്റ്റ് ആണ്. അപ്പൊ ആസാം ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തേയില, ടീ ഗാർഡൻസ് എല്ലാം കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. ആസാമിലുള്ള പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്, അല്ലെങ്കിൽ ആസാമിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. ഇനി ഞാൻ ഇതിന്റെ ടീ ഗാർഡൻസിന്റെ കാര്യം ചോദിച്ചപ്പോൾ വേറൊരു കാര്യം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അതറിയോ? ഏത് രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത്? എനിവൺ? കുഴപ്പമില്ല, ഞാൻ പറയാം. ചൈനയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ചൈനയാണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിക്കുന്നത്, അല്ലെങ്കിൽ ടീ ഗാർഡൻസ്, അല്ലെങ്കിൽ ടീയുടെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലുള്ളത് ചൈനയ്ക്കാണ്. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ആസാമാണ്. നിങ്ങൾ ആസാമിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടീ ഗാർഡൻസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആസാം ടീ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാ, പരസ്യം ആഡൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ആസാം ആണ് ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത്. ദ സിറ്റി ഈസ് ദ ഹൈയസ്റ്റ് ക്യാപിറ്റൽ ഇൻ ഇന്ത്യ ബൈ ആൾട്ടിറ്റ്യൂഡ്.
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മാം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഏതാണ്? ആരൊക്കെ ആൻസർ റൈസ് ചെയ്തു? അനുഗ്രഹം എലോനും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഫൈൻ. ഞാൻ ആൻസർ അനുഗ്രഹ ഏതാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹി. എലോന? എലോന? മാം ന്യൂഡൽഹി. ന്യൂഡൽഹി അല്ല. രണ്ടുപേരും പറഞ്ഞത് തെറ്റാണ്. ഏതാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ലഡാക്ക് ആണ് കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ബൈ ആൾട്ടിറ്റ്യൂഡ് അല്ല, ദ സിറ്റി ഹയസ്റ്റ് ക്യാപിറ്റൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ലഡാക്ക് ആണ്. നമ്മുടെ ഇന്ത്യയുടെ തലഭാഗം അതാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഏതാണ്? ലഡാക്ക് ആണ്. ലഡാക്കിന്റെ ക്യാപിറ്റൽ ഏതാണ്, അല്ലെങ്കിൽ ലഡാക്ക് ആണ് മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പ്ലേസ്. അതിൽ ഒരു ക്യാപിറ്റൽ ഉണ്ട്, തലസ്ഥാനം ഉണ്ട്. അത് ഏതാണ് ലഡാക്കിന്റെ? ലഡാക്ക് ഒരു സ്റ്റേറ്റ് ആണോ, സംസ്ഥാനാണോ? ഓക്കെ ഫൈൻ, ഞാൻ പറയാം. ലഡാക്ക് എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതായത് നമ്മുടെ പ്രസിഡന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ആളുടെ ഭരണത്തിന് കീഴിലുള്ള സ്ഥലമാണ്. യൂണിയൻ ടെറിട്ടറി ആണ് ലഡാക്ക് എന്ന് പറയുന്നത്. ലഡാക്കിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലേ ആണ് കേട്ടോ. ലേ എന്ന് പറയുന്ന സ്ഥലം LEH, അതാണ് ലഡാക്കിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പല കാര്യങ്ങളും എവിടെയാണുള്ളത്? ഈ ഒരു ലഡാക്കിലാണുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ്, ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന റോഡ് എവിടെയാണുള്ളത്? ലഡാക്കിലാണുള്ളത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് അത് എവിടെയാണുള്ളത്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നിരീക്ഷണ അല്ലെങ്കിൽ ഒബ്സർവേറ്ററി അത് ലഡാക്കിലാണുള്ളത്. അതൊക്കെ എവിടെയാണുള്ളത്? ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഒക്കെ ലഡാക്കിലാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട്, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒബ്സർവേറ്ററി അത് ലഡാക്കിലാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോഡ് എവിടെയാണ്? അതും ലഡാക്കിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് രണ്ടും എലോനെ അനുഗ്രഹം തെറ്റിച്ചു. കുഴപ്പമില്ല, ഇത്രയും ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ. ഇനി നെക്സ്റ്റ് കേട്ടോ, എത്രാമത്തെയാണ്? 18ാമത്തെ. ദ സ്റ്റേറ്റ് ഈസ് കോൾഡ് കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൾ ക്യാപിറ്റൽ, അതായത് കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിലെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്. മാം കോൾഡ് ക്യാപിറ്റലോ കോർ ക്യാപിറ്റലോ? കോൾ COAL കോൾ COL ഏതാണ് കൽക്കരി തലസ്ഥാനം? എനിവൺ? തലസ്ഥാനമല്ല, സംസ്ഥാനം. ദ സ്റ്റേറ്റ് ഈസ് കോൾഡ് കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. എലോണ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ഞാൻ ആൻസർ ചോദിക്കുകയാണ്. എലോണ ഏതാണ്? മാം ജാർഖണ്ഡ് ആണോ? ജാർഖണ്ഡ്. ഓക്കെ, ഞാനെങ്കിലും ഉണ്ടോ? അനുഗ്രഹ? ഓക്കെ കുഴപ്പമില്ല. കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ജാർഖണ്ഡ്. ആരാ പറഞ്ഞത്? അനുഗ്രഹാണോ? ഓക്കെ ഫൈൻ. ഓക്കെ, ജാർഖണ്ഡ് ശരി ഉത്തരമാണ്. കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. കൽക്കരി തലസ്ഥാനം. കാരണം എന്താണെന്നറിയോ? ജാർഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിൽ നിന്നാണ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? മിനറൽ സ്റ്റേറ്റ്, ധാതുക്കളുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇത് റിലേറ്റഡ് തന്നെയാണ്. മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇനിയാണ് ജാർഖണ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. കോൾ ക്യാപിറ്റൽ, കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നതും ജാർഖണ്ഡ് ആണ്. മിനറൽ ഹൗസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതേതാണ്? മിനറൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മിനറൽ സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞു ജാർഖണ്ഡ് ആണ്. ഒരു പ്രദേശം മിനറൽ ഹൗസ് എന്നറിയപ്പെടും, അതേതാണെന്നറിയോ?
ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമി കേട്ടോ. അപ്പൊ മിനറൽ ഹൗസ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മിനറൽസ്, കൽക്കരി ആണെങ്കിലും ബോക്സൈറ്റ് ആണെങ്കിലും അങ്ങനെ എല്ലാ ധാതുക്കളും കുഴിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. അപ്പൊ മിനറൽ ഹൗസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. മിനറൽ ഹൗസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. കോൾ ക്യാപിറ്റൽ, കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ജാർഖണ്ഡ് ആണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ നെക്സ്റ്റ്? അതെ മാം. ഓക്കെ. ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ, ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? വേൾഡിലെ എലോന കൈബന്ധിച്ചു. വേൾഡിലാണേ, നോട്ട് ഇൻ ഇന്ത്യ. ഓക്കെ. അനുഗ്രഹ യെസ്. ഓക്കെ. ആര്യൻ ഫൈൻ, വെരി ഗുഡ്. ആര്യൻ ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഓക്കെ. എലോന ഏതാണ്? ജപ്പാൻ മാം. ജപ്പാൻ. അനുഗ്രഹ? മാം ജപ്പാൻ. ജപ്പാൻ. ആര്യൻ? നോർവേ. നോർവേ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഏതാണ് ആൻസർ? ജപ്പാൻ ആണ് കേട്ടോ. നോർവേ എന്ന് പറയുന്നത് പാതിരാ സൂര്യന്റെ നാടാണ് കേട്ടോ. ആര്യൻ? പാതിരാ സൂര്യൻ അല്ലെങ്കിൽ മിഡ് നൈറ്റ്, ദ ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? നോർവേ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഈ അറോറയൊക്കെ കാണാൻ പറ്റും, നീലാകാശമൊക്കെ കാണാൻ പറ്റും, ധ്രുവപ്രദേശമായ കാരണം. അപ്പോ ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന് പറയുന്നത് ഏതാണ്? ഉദയസൂര്യന്റെ നാട് എന്ന് പറയുന്നത് ജപ്പാനും പാതിരാ സൂര്യന്റെ നാട് എന്ന് പറയുന്നത് നോർവേയുമാണ്. അപ്പൊ ആര്യൻ കാരണം നമ്മളൊരു പുതിയ വിവരം പഠിച്ചു അല്ലെ. നോർവേ എന്ന് പറയുന്നത് പാതിരാ സൂര്യൻ, മിഡ് നൈറ്റ് സൺ ആണ് കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യയില് ഉദയസൂര്യന്റെ നാട് ഏതാണ്? മാം ആലപ്പുഴ. ഇന്ത്യയിൽ അല്ല. ഇന്ത്യയിൽ. ആലപ്പുഴ ഇന്ത്യയിലാണ്. അല്ല, അങ്ങനെയല്ല. ഇന്ത്യയിൽ ഉദയസൂര്യന്റെ നാട്. ഫസ്റ്റ് സൂര്യൻ എവിടെയാ വരാ നമ്മുടെ ഇന്ത്യയിൽ? ഏത് സംസ്ഥാനത്താ? കന്യാകുമാരി. കന്യാകുമാരി അല്ല. കുഴപ്പമില്ല, അറ്റംപ്റ്റ് നടത്തുന്നുണ്ടല്ലോ. ഫൈൻ, വെരി ഗുഡ്. അരുണാചൽ പ്രദേശ് കേട്ടോ. ഇന്ത്യയിൽ ഉദയസൂര്യന്റെ നാട് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ആദ്യം നേരം വെളുക്കുക. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഗുജറാത്തിലൊക്കെ നേരം വെളുക്കുന്നത്. അപ്പൊ ആദ്യത്തെ അല്ലെങ്കിൽ ഉദയസൂര്യന്റെ നാട് ഇന്ത്യയിൽ ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. വേൾഡിലെ നോക്കുകയാണെങ്കിൽ ജപ്പാനാണ്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The world largest rainforest spread across this country. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ്, മഴക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ രാജ്യത്താണ്. ഏതാണ് രാജ്യം? എനിവൺ ഹാൻഡ് റൈസ് ചെയ്യാം. എലോന കൈപ്പൊന്നിച്ചിട്ടുണ്ട്. ഓക്കെ. ആരെങ്കിലും? അനുഗ്രഹ യെസ്. ഓക്കെ, പറഞ്ഞ എലോന ഏതാണ്? മാം ഈസിയസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻ ആണിത്. ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് അതെവിടെയാണ്? ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതലുള്ളത്? ബ്രസീൽ. ഓക്കെ, ഫൈൻ. അനുഗ്രഹ? സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക കോണ്ടിനെന്റ് ആണ് പറഞ്ഞത്. രാജ്യം ഏതാണ്? ഓക്കെ, കുഴപ്പമില്ല. സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് കോണ്ടിനെന്റ് ആണ്, വൻകരയാണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആൻസർ ബ്രസീലാണ്. സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് വൻകരയാണ്. ആ സൗത്ത് അമേരിക്ക വൻകരയിലുള്ള രാജ്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അർജന്റീന, ബ്രസീൽ ഒക്കെ പറയുന്നത്. അപ്പൊ ഈ ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ ആമസോൺ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത്. ആമസോൺ മഴക്കാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ആമസോൺ മഴക്കാടുകൾ എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും മഴയായിരിക്കും. അത്രയും നിത്യഹരിത, ഫുൾ ടൈം ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ആനക്കോണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, സിനിമയിൽ കാണില്ലേ, അതൊക്കെ എവിടെയാണുള്ളത്? ആമസോൺ മഴക്കാടുകളാണ്. അത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. വൻകര ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? സൗത്ത് അമേരിക്ക ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ നല്ല അടിപൊളി ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ആക്റ്റീവായി പങ്കെടുത്തത് ആരാണ്? അനുഗ്രഹ, എലോന. വെരി ഗുഡ്, നൈസ്. നിങ്ങൾ ഒരുപാട് എന്താ പറയാ, കുറെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു. സാർ നമ്മൾ വിന്നറിന് ഇപ്പൊ തന്നെ പറയാണോ? തീർച്ചയായിട്ടും മാം, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊന്ന് ഇവരെ കൗണ്ട് ചെയ്യട്ടെ കേട്ടോ. 2, 4, 6.
ഓക്കെ, നമ്മുടെ വിന്നർ എലോനയാണ് കേട്ടോ. എലോന 18 പോയിന്റ്. ഓക്കെ, വെരി ഗുഡ്. മാം. ഓക്കെ, തൊട്ട് ബാക്കിൽ അനുഗ്രഹം സൂപ്പർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അനുഗ്രഹം തൊട്ട് ബാക്കിൽ 17 പോയിന്റോട് കൂടി അനുഗ്രഹം ഉണ്ട് കേട്ടോ. രണ്ടുപേരും അടിപൊളിയായിരുന്നു. ബാക്കി ആദിനാഥിനെ ആര്യനെ ഞാൻ ഒരിക്കലും എന്താ പറയാ മോശമാണെന്നല്ല പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചില്ലേ, ഈ പോയിന്റ്സ് എല്ലാം എഴുതിയെടുത്തില്ലേ. നെക്സ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ സൂപ്പർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആര്യന് 4 പോയിന്റ് ആണുള്ളത്, ആദിനാഥിന് 1 പോയിന്റ് ആണുള്ളത്. 4 പേരും സൂപ്പർ ആയിരുന്നു. ബാക്കി 2 പേരും ഒന്നും ആൻസർ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ നമുക്ക് സൂപ്പർ ആക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അലോന, അനുഗ്രഹ, കൺഗ്രാറ്റുലേഷൻസ്. ഓൾസോ ആര്യൻ, ആദിനാഥ്, നിങ്ങൾക്കും കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് താങ്ക് യു. ആരാണ് sir, മാഡത്തിനോട് താങ്ക് യു പറയാ? Thank you, ma'am, for conducting this quiz for increasing our general knowledge. ഓക്കെ ഫൈൻ ഫൈൻ, താങ്ക് യു താങ്ക് യു. നിങ്ങൾക്ക് ഇത് ഞാൻ എന്താ പറയാ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ? ബോറടിച്ചോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? ആയിരുന്നേ? ആയിരുന്നു മിസ്. ഓക്കെ ഓക്കെ, കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലായിരുന്നത്? പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയിരുന്നു മാം. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ സർ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങൾക്കും താങ്ക് യു പറയാണ്. നിങ്ങൾ ഇത്രയും നേരം ഇതൊക്കെ കേട്ടിരുന്നല്ലോ. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ, അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.